എല്ലാവർക്കും ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് റീസണിങ്ങിനകത്തെ കോഡിംഗ് ഡീകോഡിംഗ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, കുറച്ചധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു SSC റെയിൽവേ എക്സാം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3 to 4 മാർക്സിന് നമുക്ക് എന്താണ് കോഡിംഗ് ഡീകോഡിംഗിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, കാരണം പലപ്പോഴും ഈ ഒരു ടോപ്പിക്കിന് വെയിറ്റേജ് കൂടുതൽ കൊടുക്കുന്നതിന് കാരണമുണ്ട്. ഇത് ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. കോഡിംഗ് ഡീകോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോഡിനെ ഡീകോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ലോജിക്ക് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഓരോ കോഡിനും ഒരു ലോജിക് ഉണ്ടായിരിക്കും അല്ലെ, ഒരു പെർട്ടിക്കുലർ ലോജിക് ഉണ്ട്. നമ്മളിപ്പം ബ്ലഡ് റിലേഷനകത്ത് കോഡിംഗിന്റെ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കോഡ് തരുമ്പോൾ നമുക്ക് അതിനകത്തൊരു റിലേഷൻ അതിന്റെ ലോജിക് ആണെന്ന് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെഫിനേഷൻ ഒരു റിലേഷൻ ആണെന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതേ സാധനം തന്നെയാണ് നമുക്ക് ഏതൊരു കോഡ് എടുത്താലും അതിന് ഡെഫിനേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താണ് ലോജിക് അതിനെ ബിഹൈൻഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ലോജിക്ക് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ കോഡിംഗ് ഡീകോഡിംഗ് എന്ന ടോപ്പിക്കിൽ നമ്മൾ ചെയ്യുക. കോഡിനെ നമ്മൾ ഡീകോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ലോജിക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ കോഡിനെ നമ്മൾ ഡീകോഡ് ചെയ്ത് എടുത്ത് കണ്ടുപിടിച്ച് ചെയ്യുന്ന ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂം ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ഈ ഒരു ടോപ്പിക്കിന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പലപ്പോഴും ഈ മോഡൽ ടോപ്പിക്കുകൾക്ക് വെയിറ്റേജ് കൂടുതൽ. കോഡിംഗ് ഡീകോഡിംഗ് ടോപ്പിക് മാത്രമല്ല, വേറെ 2-3 ടോപ്പിക് നമുക്ക് എക്സ്ട്രാ ഉണ്ട്. അതെല്ലാം ഇതുപോലെ തന്നെയാണ് വെയിറ്റേജ് കൂടുതൽ കൊടുക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ലോജിക് ബേസ്ഡ് റീസണിങ്ങിന്റെ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് കോഡിംഗ് ഡീകോഡിംഗ് എന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇതിനകത്ത് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഒരു 5 ടൈപ്പായിട്ട് നമുക്ക് കോഡിംഗ് ഡീകോഡിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഒന്ന് നമുക്ക് ലെറ്റർ കോഡിംഗ് എന്ന് പറയാൻ പറ്റും. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഒരു വേർഡും അതിന്റെ കോഡും തന്നിട്ട് പുതിയൊരു വേർഡ് നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ ചോദിക്കും. അപ്പം അങ്ങനെ ഒരു പുതിയ വേർഡിനെ കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന വേർഡിലെ കോഡ് എന്ന് പറയുന്നത് ലെറ്റർ ഉപയോഗിച്ചായിരിക്കും കോഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ലെറ്റർ ഉപയോഗിച്ചാണ് കോഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയുന്നത് ലെറ്റർ കോഡിംഗ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വേർഡും കോഡും തരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്പർ ഉപയോഗിച്ച് കോഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് നമ്പർ കോഡിംഗ് എന്ന് പറയാം. അപ്പൊ ലെറ്റർ കോഡിംഗ്, നമ്പർ കോഡിംഗ്, ഇത് രണ്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് SSC റെയിൽവേ എക്സാം നമ്മൾ കൂടുതലും കാണുന്നത്. പിന്നെ വരുന്ന നമുക്കൊരു 3 ടൈപ്പ് ഉണ്ട്. അത് 3 അത്യാവശ്യം എളുപ്പമുള്ള ടൈപ്പാണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷണൽ ടൈപ്പ് കോഡിംഗ് എന്നാണ് പറയുന്നത്. ഒന്നിന് പകരം മറ്റൊന്നാണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു മോഡൽ ക്വസ്റ്റൻ ആണ്. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് കണ്ടീഷണൽ കോഡിംഗ് എന്ന് പറയും. ലാസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് സെന്റൻസ് വൈസ് കോഡിംഗ് എന്ന് പറയാം. അങ്ങനെ നമുക്കൊരു 5 ടൈപ്പായിട്ട് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇതിലെ നമ്പർ കോഡിംഗ്, ലെറ്റർ കോഡിംഗ് ആണ് കുറച്ചധികം നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത്. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് പോകുന്ന സമയത്ത് കൂടുതൽ ടൈം എടുക്കാൻ ചാൻസ് ഉള്ളത് ലെറ്റർ കോഡിംഗും നമ്പർ കോഡിംഗും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ലെറ്റർ കോഡിംഗ്, നമ്പർ കോഡിംഗ് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അതായത് നമുക്കൊരു വേർഡ് തന്നിട്ട് അതിനൊരു കോഡ് തരുമ്പോൾ ലെറ്റർ ഉപയോഗിച്ച് ആ ലെറ്റേഴ്സിനെ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്പർ ഉപയോഗിച്ച് ആ വേർഡിലെ ലെറ്റേഴ്സിനെ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ആ നമ്പർ വന്നു, എങ്ങനെ ആ ലെറ്റർ വന്നു കണ്ടുപിടിക്കാൻ നമുക്ക് ടേബിളിന്റെ സഹായം വേണം. ഓക്കെ, അപ്പൊ നോർമലി നമ്മളൊരു എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ ടേബിൾ എഴുതി വെക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്ന ഓർഡറിലായിരിക്കും നമ്മൾ ടേബിൾ എഴുതാം. A മുതൽ M വരെ നമ്മൾ എഴുതിയിട്ട് N to Z തിരിച്ചെഴുതുകയാണ് ചെയ്യുന്നത്. നമുക്ക് A മുതൽ Z വരെ ഡയറക്റ്റ് എഴുതി വെച്ചിട്ട് 1 മുതൽ 26 നമ്പർ എഴുതി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതുമ്പോൾ കുറച്ചൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എഴുതുന്നതിന്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മോഡൽ എഴുതുന്നത്. ഈ ഒരു ടേബിൾ നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റൻ നമുക്ക് ടേബിൾ യൂസ് ആകും. ഓക്കെ, നമ്മൾ ഓരോ ക്വസ്റ്റിനും ടേബിൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ടേബിൾ വരച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റൻ ഉണ്ട്. അത് സെപ്പറേറ്റ് വേറെ വേറെ ടോപ്പിക്കിൽ വരുന്ന 5 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് ഈ ടേബിളിന്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറയണം A മുതൽ M വരെ എഴുതിയിട്ട് N to Z എഴുതുകയും 1 മുതൽ 26 വരെ നമ്പർ എഴുതിയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എഴുതുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് ഈ ടേബിൾ എഴുതുന്നത് എന്തിനാണ്, ലെറ്റേഴ്സ് തമ്മിലൊരു റിലേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഒരു ലെറ്ററിന് പകരം മറ്റൊരു ലെറ്റർ ഉപയോഗിച്ചെങ്കിൽ അത് എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ E എന്ന് പറയുന്ന ലെറ്ററിന് പകരം നമുക്ക് J എന്ന ലെറ്റർ ആണ് കോഡിൽ കൊടുത്തിരുന്നു വിചാരിക്കുക. നമുക്ക് വേർഡിനകത്ത് E എന്നൊരു ലെറ്റർ ആയിരുന്നു, അതിന് പകരമായിട്ട് കോഡിൽ നോക്കുമ്പോൾ J ആണ് കിടക്കുന്നത്. എന്തുകൊണ്ട് Eക്ക് പകരം J വന്നു, അതാണ് നമ്മൾ ടേബിൾ നോക്കി മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ Eന്ന് J എടുക്കാൻ റീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഈ കഴിഞ്ഞ ഒരു 5 ലെറ്റർ കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ആണെന്ന് പറയുന്നത് J എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് എടുത്തത് നമുക്ക് പറയാൻ പറ്റും. അത് ടേബിളിൽ നോക്കി മനസ്സിലാക്കുക, അതാണ് നമ്മുടെ ആവശ്യം. ഓക്കെ, ഇനി ഏത് ലെറ്റർ എടുത്താലും നിങ്ങൾക്ക് അതിന്റെ പൊസിഷൻ ഈസി ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, ഏത് ലെറ്റർ എടുത്താലും അതിന്റെ പൊസിഷൻ നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് പറയാൻ സാധിക്കും. നിങ്ങൾ നോക്കുക, ഇപ്പൊ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇയുടെ പൊസിഷൻ എന്തായിരിക്കും, 5 ആയിരിക്കും. ഇപ്പൊ K എടുക്കുകയാണെങ്കിൽ Kയുടെ പൊസിഷൻ എന്തായിരിക്കും, 11 ആയിരിക്കും. അത് നമുക്ക് അവിടെ നോക്കി നമുക്ക് എന്താണ് പറയാൻ സാധിക്കും, പൊസിഷൻ പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ റിവേഴ്സ് പൊസിഷൻ പറയാൻ സാധിക്കും. ഏതൊരു ലെറ്റർ എടുത്താലും അതിന്റെ റിവേഴ്സ് പൊസിഷൻ പറയാൻ സാധിക്കും. ഈ റിവേഴ്സ് പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇസഡിൽ നിന്നും 1, 2, 3, 4 ഇങ്ങനെ നമ്പർ ഇട്ട് A വരെ നമ്മൾ 26 നമ്പേഴ്സ് എഴുതുവാണെങ്കിൽ കിട്ടുന്ന പൊസിഷനെയാണ് നമ്മൾ റിവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആക്ച്വലി റിവേഴ്സ് പൊസിഷൻ അടിക്കാനായിട്ട് നമ്മൾ നമ്പർ ഒന്നും ഇട്ട് നോക്കേണ്ട ആവശ്യമില്ല. അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന നമ്പർ നോക്കിയാൽ മതി. പൊസിഷൻസ് എന്ന് പറയുന്നത് തൊട്ട് അടുത്തിരിക്കുന്ന നമ്പർ ആണെങ്കിൽ റിവേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും. നിങ്ങൾ
നോക്കാം. ഇപ്പൊ എസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 19 ആയിരിക്കും. പക്ഷെ റിവേഴ്സ് പൊസിഷൻ എന്തായിരിക്കും? 8 ആയിരിക്കും. അവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് റിവേഴ്സ് പൊസിഷൻ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി റിവേഴ്സ് ലെറ്റർ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഈ റിവേഴ്സ് ലെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ റിവേഴ്സ് പൊസിഷൻ ഉണ്ടല്ലോ, അതിൽ ഒറിജിനലി ഇരിക്കുന്ന ലെറ്ററിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? റിവേഴ്സ് ലെറ്റർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ യു എടുക്കുകയാണ്. ഓക്കെ, യുവിന്റെ പൊസിഷൻ 21 ആണ്. റിവേഴ്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. ആ 6ൽ ഒറിജിനലി ഇരിക്കുന്ന ആരാണ്? എഫ് ആണ്. അപ്പൊ യുവിന്റെ റിവേഴ്സ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ആയിരിക്കും. ഇനി ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ പറയുന്ന റിവേഴ്സ് ലെറ്ററിന് പകരം ഓപ്പോസിറ്റ് ലെറ്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതൊരു എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയ സമയത്ത് നമുക്കൊരു ലെറ്ററിന് പകരം ഇപ്പൊ നമുക്കൊരു ഇ എന്ന് പറയുന്ന ലെറ്ററിന് പകരം വി എന്ന ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കോഡിനകത്ത് വി ആണ് കൊടുത്തത്. എന്തുകൊണ്ട് ഇക്ക് പകരം വി കൊടുത്തു നമ്മൾ നോക്കുന്ന സമയത്ത് ഇയുടെ നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന ലെറ്റർ ആണെന്ന് പറയുന്നത് വി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇയുടെ റിവേഴ്സ് ലെറ്റർ ആണെന്ന് പറയുന്നത് വി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. അത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ടേബിളിൽ നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ടേബിൾ വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഏതൊരു എക്സാമിന് പോയാലും സ്റ്റാർട്ടിങ്ങിൽ ടേബിൾ വരച്ച് വെക്കാറുണ്ട്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്നും വരയ്ക്കേണ്ട. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിന് ടേബിളിന്റെ ആവശ്യം വരുവാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടേബിൾ ഒന്ന് വരച്ചിടുക. ഇത് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് ആൻസർ എടുക്കാൻ സാധിക്കും. ഇനി റിവേഴ്സ് പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ വേണമെങ്കിൽ പഠിക്കാം. അതായത് റിവേഴ്സ് പൊസിഷൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ റിവേഴ്സ് പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് 27ൽ നിന്നും അതിന്റെ പൊസിഷൻ മൈനസ് ചെയ്താലും മതി. കാരണം ഈ ലെറ്ററും അതിന്റെ പൊസിഷൻസ് ഒക്കെ കാണാതെ പഠിച്ച് വെച്ച് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പൊസിഷൻസ് കാണാൻ അറിയായിരിക്കും. ഇപ്പൊ ഏത് ലെറ്റർ എടുത്താലും പൊസിഷൻ പെട്ടെന്ന് പറയാൻ സാധിക്കും. അങ്ങനെയുള്ളവർ ചെയ്യുന്ന റിവേഴ്സ് പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? 27ൽ നിന്നും ആ പൊസിഷൻ മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്റെ റിവേഴ്സ് ലെറ്റർ അറിയാനായിട്ട് റിവേഴ്സ് പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് ആ പൊസിഷനിൽ ഒറിജിനൽ ഇരിക്കുന്ന ആരെന്ന് നോക്കിയിട്ട് അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ ടേബിൾ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താണ് അവിടെ നോക്കി നമുക്ക് വിസിബിൾ ആയിട്ട് കണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കും. വരെ നമ്മൾ ആലോചിച്ച് കുറച്ച് സമയം കളയും. അതിനേക്കാൾ നല്ലൊരു ടേബിൾ വരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്താണ് അവിടുന്ന് പറയാൻ സാധിക്കും. ഓൾറെഡി ലെറ്റേഴ്സും അതിന്റെ പൊസിഷൻസും ഒക്കെ പഠിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആ ഒരു ജനം പോയാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ടേബിളിന്റെ സഹായത്തോടെ നമ്മളൊരു വേർഡിന്റെ കോഡ് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ക്ലാസ്സിൽ ഒരു ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു മോഡൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം ലോജിക്കൽ ഒരുപാട് രീതിയിൽ വരും. ഓക്കെ, ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലോജിക്കൽ വരും. അപ്പൊ അത് നമുക്ക് ഏത് ലോജിക്കാണ് ഇവിടെ ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തൊരു പ്രാക്ടീസ് വേണം. അപ്പൊ നിങ്ങളൊരു കണ്ട ലോജിക് ആണെങ്കിൽ നിങ്ങൾ ഒരു എക്സാമിന് പോയി നിങ്ങളൊരു ക്വസ്റ്റ്യൻ നോക്കി അപ്പോൾ ഒരു ലോജിക് കിട്ടി. അപ്പൊ ആ ലോജിക് ഓൾറെഡി കണ്ട ലോജിക് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ഒരു വേർഡും കോഡും കാണുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ലോജിക്കുകൾ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ ആയിക്കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് ചിന്തിക്കും അല്ലെ. പക്ഷെ നമ്മൾ ആ ഒരു ലോജിക് കണ്ടിട്ടില്ല എങ്കിൽ, നമ്മൾ ഇതിനു മുന്നേ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് കാണുന്ന ഒരു ലോജിക് ആണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അത് ആരാണെങ്കിലും നമുക്ക് അവിടെ സമയം എടുക്കും. അതുകൊണ്ടാണ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നൊക്കെ ഈ ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇൻ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഫംഗ്ഷൻ ഈസ് റിട്ടൺ ആസ് NOITCNUF, then how is sequence written in that code language? ഇങ്ങനെയാണ് പറയുന്നത്. ഒരു വേർഡും അതിന്റെ കോഡും തന്നിട്ട് പുതിയൊരു വേർഡിനെ കോഡ് ചെയ്യാൻ ചോദിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വേർഡും കോഡും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലെറ്റർ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ വേർഡും കോഡും ഒന്ന് എടുത്ത് എഴുതാം. ഇപ്പൊ ഫംഗ്ഷൻ ആണ് നമ്മുടെ വേർഡ്. ഓക്കെ, ആ വേർഡ് എടുത്താൽ നേരെ താഴെ കോഡ് എടുത്ത് എഴുതുക കേട്ടോ. നേരെ താഴെ തന്നെ അതിന്റെ കോഡ് എടുത്ത് എഴുതുക. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് നേരെ താഴെ എഴുതാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർഡ് ഒരിടത്തും കോഡ് ഒരിടത്തായിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നത് അല്ലെ. വേർഡ് ഇവിടെയും കോഡ് ഇവിടെയായിട്ട് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ സമയം എടുക്കും. സെന്റൻസ് വൈസിങ് ആയിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ കിടക്കാം. വേർഡ് ഒരിടത്തും കോഡ് ഒരിടത്തും ആണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. കമ്പയർ ചെയ്ത ആൻസർ കിട്ടും ഇല്ലാന്നല്ല, പക്ഷേ ഒരുപാട് സമയം എടുക്കും. ആ ഒരു സമയം നമുക്ക് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേർഡും കോഡും ഇതുപോലെ നേരെ താഴെ എടുത്ത് എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കമ്പയർ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറ്റും, കോഡ് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് ജസ്റ്റ് ഈ കോഡിംഗ് ഡീകോഡിംഗ് ടോപ്പിക് ആയതുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളായിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക, ലോജിക് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്. കാരണം ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ആക്ച്വലി ഈ ഒരു ടോപ്പിക്കിൽ പോകുന്നത്. അപ്പം ലോജിക്കൽ ഡിഫറെന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ലോജിക്കൽ നമ്മൾ കാണണം. അതിന് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള കുറച്ച് ലോജിക്കലാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനെ തിരിച്ചെഴുതി വെച്ചിരിക്കുകയാണ് വേണ്ടി. കണ്ടോ, FUNCTION കണ്ടോ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡിനെ അവരെ തിരിച്ചെഴുതി വെച്ചേക്കാണ്. ഇതാണ് അവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനെ തിരിച്ച് ഓർഡർ എഴുതി വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് എന്താണ്, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വേർഡിനെ നമുക്ക് എന്താണ് മാറ്റി എഴുതാൻ സാധിക്കുമല്ലോ. ലോജിക് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. എങ്ങനെ വരാം? ECNEUQE. യെസ്, ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ, ലോജിക്ക് കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയം മാത്രമേ നമ്മൾ എക്സാമിന് എടുക്കത്തുള്ളൂ. ലോജിക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് എന്നാണ് കേട്ടോ. റീഅറേഞ്ച്മെന്റ് കോഡിംഗ് എന്നാണ്. വേറെ ഒന്നും കണ്ടല്ല. നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാനും, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് മാത്രമേ ഇവിടെ കിടപ്പുള്ളൂ, ഈ കോഡിൽ കിടപ്പുള്ളൂ.
ഒരു ലെറ്റർ പോലും പുറത്ത് വന്നിട്ടില്ല, ഒരു ലെറ്റർ ഇതിനകത്ത് മിസ്സായിട്ടുമില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് മാത്രമേ ഇതിലുള്ളൂവെങ്കിൽ ആ ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് റീഅറേഞ്ച് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കോഡിങ് നടന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ലെറ്റേഴ്സിന്റെ പൊസിഷൻ റീഅറേഞ്ച് ചെയ്തത് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻസറിലേക്ക് പോകുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത് റീഅറേഞ്ച്മെന്റ് കോഡിങ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതൊരു ക്വസ്റ്റ്യൻ കിട്ടുവാണ്, അതൊരു ലെറ്റർ കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന വേർഡും കോഡും എടുത്ത് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ വേർഡിലെ ലെറ്റേഴ്സ് തന്നെയാണോ കോഡിൽ കിടക്കുന്നതെന്ന് നോക്കുക. ഓക്കെ, വേർഡ് ലെറ്റേഴ്സ് മാത്രമേ കോഡിൽ കിടക്കാവൂ, ഒന്നും അതിനകത്ത് മിസ്സാകാൻ പാടില്ല, ഒന്നും എക്സ്ട്രാ വരാനും പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് മാത്രമേ കോഡിലുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണ്. അപ്പൊ റീഅറേഞ്ച്മെന്റ് കോഡിംഗ് എന്താണ്, ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് റീഅറേഞ്ച് ആണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് റീഅറേഞ്ച് ചെയ്തത് എന്നാണ് നിങ്ങൾ എന്ത് ചെയ്തത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് റീഅറേഞ്ച്മെന്റ് കോഡിംഗ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കണം. അപ്പൊ ഞാൻ ഈ സെയിം വേർഡിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ വേർഡിനെ TIONFUNC എന്ന് പറഞ്ഞ് കോഡ് ചെയ്യുവാണെങ്കിൽ സീക്വൻസിന്റെ കോഡ് എന്തായിരിക്കും. അടുത്ത ഫംഗ്ഷനെ CNUFNOIT എന്ന് കോഡ് ചെയ്യുവാണെങ്കിൽ സീക്വൻസിന്റെ കോഡ് എന്തായിരിക്കും. ഫംഗ്ഷനെ UFCNITNO എന്ന് പറഞ്ഞ് കോഡ് ചെയ്യുവാണെങ്കിൽ സീക്വൻസിന്റെ കോഡ്. അപ്പൊ ഞാനൊരു 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സ്പ്ലനേഷൻ കേൾക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് മാത്രമേ കോഡിലുള്ളൂ എന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് കൺഫേം ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കുന്നത് TIONFUNC, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡിലെ കോഡുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനി എങ്ങനെയാണ് ഇതിനകത്തുള്ള ഈ ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് റീഅറേഞ്ച് ചെയ്തത്, അത് പല പാറ്റേൺസ് ഉണ്ട്, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. അതിലൊരു 3 എക്സാമ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ തന്നിരിക്കുന്ന വേർഡിലെ കോഡുകൾ അല്ലെങ്കിൽ ലെറ്റേഴ്സുകൾ മാറിയെന്ന് നോക്കാം. FUNC അതല്ലേ ഇവിടെ ലാസ്റ്റ് ലെറ്റേഴ്സ് ആയിട്ട് കിടക്കുന്നത്, കണ്ടോ. അത് കഴിഞ്ഞിട്ട് TION കണ്ടോ, അതല്ലേ ആദ്യം കിടക്കുന്ന TION. അപ്പൊ അവരെന്താ ചെയ്തത്, അവർ ഈ വേർഡിനെ പകുതിക്ക് വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലെ. പകുതിക്ക് വെച്ച് ഡിവൈഡ് അവർ എന്ത് ചെയ്തു, ഫസ്റ്റ് ഹാഫ് എടുത്ത് സെക്കൻഡിൽ എഴുതി, സെക്കൻഡ് ഹാഫ് എടുത്ത് എന്ത് ചെയ്തു ഫസ്റ്റിൽ എഴുതി. നമ്മളപ്പം കോഡ് ലോജിക്ക് മനസ്സിലായ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡിനെ അതേ ലോജിക്ക് അപ്ലൈ ചെയ്യാം. അത് പകുതിക്ക് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, എന്നിട്ട് ആദ്യം ആര് വരും, ENCE കണ്ടോ, ഇതാദ്യം വരും. അത് കഴിഞ്ഞിട്ട് ആരാ വരിക, SEQU. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ജസ്റ്റ് പകുതിക്ക് വെച്ച് ഡിവൈഡ് ചെയ്യുക, ഫസ്റ്റ് എടുത്ത് സെക്കൻഡ് ഇടുക, സെക്കൻഡ് ഹാഫ് എടുത്ത് ഫസ്റ്റ് ഇടുക. ഇതാണ് അവിടെ ചെയ്യുന്ന ലോജിക്ക്. ഈ ലോജിക്ക് ഒന്ന് കണ്ടുപിടിക്കാനാണ് സമയം എടുക്കുക. നിങ്ങൾ ഓൾറെഡി കണ്ട് ശീലമായ ലോജിക്കാണെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യും. പിന്നെ അതുപോലെ റീഅറേഞ്ച്മെന്റ് കോഡിങ് ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ട് വരാനൊന്നുമില്ല, അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റൻസ് ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ലെറ്റേഴ്സ് സെയിം ആണല്ലോ, മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ലോജിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ട് നോക്കുക. ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു പകുതിക്ക് വെച്ച് ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. പകുതിക്ക് വെച്ച് ഡിവൈഡ് നിങ്ങൾ നോക്കിയേ, ഈ FUNC അവരെന്ത് ചെയ്തു, തിരിച്ചെഴുതി CNUF എന്ന് എഴുതി. അതുപോലെ TION അവരെന്ത് ചെയ്തു, NOIT എന്ന് എഴുതി. ഇങ്ങനെ പകുതിക്ക് വെച്ച് ഡിവൈഡ് അവരെന്ത് ചെയ്തു, ഫസ്റ്റ് ഹാഫിനെ തിരിച്ചെഴുതി, സെക്കൻഡ് ഹാഫിനെ അവരെന്ത് ചെയ്തു, തിരിച്ചെഴുതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സീക്വൻസ് നമ്മൾ എന്ത് ചെയ്തു, പകുതിക്ക് വെച്ച് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എങ്ങനെ എഴുതും, UQES. അതുപോലെ ENC നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കി തിരിച്ചെഴുതുന്നു, ECNE. ഇങ്ങനെയായിരിക്കും വരിക. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനെ രണ്ട് ലെറ്റേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു, തിരിച്ചെഴുതി. ഓക്കെ, FUനെ UF എന്ന് എഴുതി, കണ്ടോ. NCനെ അവര് CN എന്ന് എഴുതി, TIനെ അവര് IT എന്ന് എഴുതി, ON അവരെന്ത് ചെയ്തു, NO എന്ന് എഴുതി. ഇങ്ങനെയാണ് എഴുതിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, സീക്വൻസിനെ അതുപോലെ നമ്മൾ രണ്ടെണ്ണം വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, തിരിച്ചെഴുതുന്നു. അങ്ങനെ വരും ES അല്ലെ, UQNEEC. ഇതായിരിക്കും ആൻസർ വരിക, കണ്ടോ. അപ്പോൾ റീഅറേഞ്ച്മെന്റ് കോഡിങ് അത്യാവശ്യം എളുപ്പമാണ്. നമുക്ക് എന്താണ്, ജസ്റ്റ് ആ ലെറ്റേഴ്സിനെ എങ്ങനെ പൊസിഷൻ മാറ്റി എന്ന ലോജിക്ക് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ കോഡ് തന്നിട്ട് സീക്വൻസിന്റെ കോഡ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഒന്നിലധികം എക്സാമ്പിളുകൾ തരാറുണ്ട്. ഒന്നിലധികം എക്സാമ്പിളുകൾ തന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ഒരു വേർഡും അതിന്റെ കോഡും തന്നിട്ട് പുതിയൊരു വേർഡും ഒരു കോഡും തന്നിട്ട് നമുക്ക് എന്താണ് മൂന്നാമത്തെ വേർഡിനെ കോഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. 2 എക്സാമ്പിളുകൾ നിങ്ങൾക്ക് തരും, ചിലപ്പോൾ 3 എക്സാമ്പിളൊക്കെ തരും. അപ്പൊ എന്തിനാണ് ഒന്നിലധികം എക്സാമ്പിൾ തരുന്നത്? ഒരു എക്സാമ്പിൾ തന്നാൽ പോരെ, എന്തുകൊണ്ട് ഒന്നിലധികം എക്സാമ്പിൾ തരുന്നു? അതായത് നമുക്കൊരു വേർഡിനെ കോഡാക്കി മാറ്റുന്നതിന് ഒന്നിലധികം ലോജിക്കൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒരു വേർഡ് കോഡായി മാറുന്നതിന് ഒന്നിലധികം ലോജിക്കൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒന്നിലധികം ലോജിക്കുകൾ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോജിക് കൺഫേം ചെയ്യണമല്ലോ. ഈ ലോജിക് ഉപയോഗിച്ചാണോ ചെയ്യേണ്ടത്, ഈ ലോജിക് ഉപയോഗിച്ചാണോ ചെയ്യേണ്ടത്, നമുക്ക് കൺഫേം ചെയ്യണമല്ലോ. അതിന് വേണ്ടി അവർ എന്ത് ചെയ്യും, ഒരു എക്സ്ട്രാ എക്സാമ്പിൾ തരും. ഓക്കെ, ഇപ്പൊ 2 എക്സാമ്പിൾ തന്നെ ക്വസ്റ്റ്യൻ, ചില സമയത്ത് 3 എക്സാമ്പിൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു വേർഡും കോഡും കിട്ടപ്പോൾ
നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ലോജിക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു പർട്ടിക്കുലർ ലോജിക് നമുക്ക് കിട്ടും. ആ ലോജിക് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ വേർഡിന് അതേ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. രണ്ടിനും ഒരുപോലുള്ള ലോജിക്ക് തന്നെ വരണം. രണ്ടിനും വരുന്ന ഒരുപോലുള്ള ലോജിക്ക് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലോജിക് അപ്ലൈ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി എഴുതുക. അപ്പോൾ ഒരു വേർഡിന് ഒരു ലോജിക് കിട്ടി, രണ്ടാമത്തെ വേർഡ് നോക്കുമ്പോൾ ആ ലോജിക് അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് അപ്ലൈ ചെയ്യരുത്. ചിലപ്പോൾ അവിടെ വേറെ കോമൺ ലോജിക് ഉണ്ടായിരിക്കും, അത് വേണം എന്ത് ചെയ്യാനായിട്ട്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് എക്സാമ്പിൾ ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ നമുക്ക് രണ്ട് വേർഡുകളെ കോഡ് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് UTONNIFC എന്ന് പറഞ്ഞിട്ടും കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വേർഡ് UTRPOMEC എന്ന് പറഞ്ഞ് കോഡ് ചെയ്തിട്ടുണ്ട്. ഹൗ ഈസ് അബ്സല്യൂട്ട് റിട്ടേൺ ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം രണ്ട് എക്സാമ്പിൾ ഇതിലുണ്ട്, രണ്ടിലും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുവാണ്. ഇവിടെ ഫംഗ്ഷൻ അവർ കോഡ് ചെയ്തിരിക്കുന്നത് UTONNIFC എന്നാണ്. അതുപോലെ കമ്പ്യൂട്ടറിനെയും കോഡ് ചെയ്തിട്ടുണ്ട് UTRPOMEC. എന്റെ അബ്സല്യൂട്ടിനെ കോഡ് ചെയ്യാനാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, വേർഡും കോഡും ഇതുപോലെ എടുത്തെഴുതും അല്ലെ. എടുത്തെഴുതി നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ ആ ലെറ്റേഴ്സും നിങ്ങളുടെ കോഡ് ലെറ്റേഴ്സും വേണ്ടി കമ്പയർ ചെയ്ത് നോക്കണം. ഓക്കെ, തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സും കോഡ് ലെറ്റേഴ്സും കമ്പയർ ചെയ്യും. എന്തുകൊണ്ടാണ് ഈ വേർഡ് ലെറ്റേഴ്സ് ഇതുപോലെ വരുന്നത്, എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്തുള്ള ലെറ്റേഴ്സ് മാത്രമേ ഇവിടെ കിടപ്പുള്ളൂ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോഡിലുള്ളൂ അല്ലെ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് മാത്രമേ എവിടെയുള്ളൂ, നിങ്ങളുടെ കോഡിനകത്തുള്ളൂ. അപ്പൊ അത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് അല്ലേ. ഓക്കെ, തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് മാത്രമേ കോഡിലുള്ളൂ എങ്കിൽ അത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണ്. ഒന്നും മിസ്സാകാൻ പാടില്ല, ഒന്നും എക്സ്ട്രാ വരാൻ പാടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ്, അത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് എങ്ങനെ ആ റീഅറേഞ്ച്മെന്റ് ചെയ്തു എന്ന ലോജിക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പൊതുവേ നമ്മൾ നോക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് F ആദ്യത്തെ ലെറ്റർ ആയിരുന്നു, അത് ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് വരുന്നു. ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ ആയിരുന്നു U, അത് ഇവിടെ ഫസ്റ്റ് വരുന്നു. ഇവിടെ N തേർഡ് ലെറ്റർ ആയിരുന്നു, അവിടെ നമുക്ക് ഇവിടെ N എടുപ്പുണ്ട്, ഇവിടെ N എടുപ്പുണ്ട്, ഇവിടെ തന്നെ ഇവിടെ വന്നതായിരിക്കാം. C ഇവിടെ നോക്കുമ്പോൾ നാലാമത്തെ ലെറ്റർ ആണ്, ഇവിടെ ലാസ്റ്റ് വന്ന് നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു മാറ്റം നമുക്ക് വരാം. ചിലർ ചെയ്യുന്ന വെച്ചാൽ നമ്പർ ഇട്ട് നോക്കും, 1 2 3 4 5 നമ്പർ ഇട്ടിട്ട് അതിനെ നമ്മൾ ഇട്ട് നോക്കും, എന്തെങ്കിലും ഓർഡർ കിട്ടുന്നുണ്ടോ നോക്കും. ആക്ച്വലി ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഫംഗ്ഷനും കമ്പ്യൂട്ടറിനും ഒരേ ലോജിക്ക് വരാം. നിങ്ങൾ നമ്പർ ഇട്ട് നോക്കുകയാണെങ്കിൽ ഒരേ ലോജിക്ക് വരത്തില്ല, ഡിഫറന്റ് ആയിട്ടുള്ള ലോജിക്ക് ആയിരിക്കും വരാം. അപ്പൊ എന്തുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഡിഫറന്റ് ആയിട്ടുള്ള കോഡുകൾ വരുന്നു, അല്ലെങ്കിൽ ഡിഫറന്റ് ലോജിക്കുള്ള കോഡ് വരുന്നു? ആക്ച്വലി ഒരു ഡിഫറന്റ് ലോജിക്കുള്ള കോഡല്ല, ഒരേ ലോജിക്കുള്ള കോഡ് തന്നെയാണ് കിടക്കുന്നത്. ആ ലോജിക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് മുമ്പ് പറഞ്ഞ പല എക്സാമ്പിൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ലോജിക്കുകളാണ്. അപ്പൊ ഈ ലോജിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പലരും റീഅറേഞ്ച്മെന്റ് കോഡിംഗ് എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ പലരും ഇങ്ങനെ ചിന്തിക്കത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ആൻസറിലേക്ക് പോകും. അപ്പം ഓൾറെഡി ചെയ്ത ഒരാൾക്കാണെങ്കിൽ, ലെറ്റേഴ്സ് അല്ലെങ്കിൽ അത്രയും കണ്ട് പരിചയമുള്ള ആൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ഇത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഇവിടെ എന്താ ചെയ്തെന്ന് നോക്കണം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോലെ ലെറ്റേഴ്സിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതിക്കുകയാണ്. കണ്ടോ, CFINNOTU കണ്ടോ, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ലെറ്റേഴ്സിനെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ്. നോക്കിയേ, CEMOPRTU കണ്ടോ, ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേർഡ്സിലെ ലെറ്റേഴ്സിനെ എടുത്ത് എഴുതിക്കുകയാണ് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക്. ഇതാണ് ഇവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ടിനും കോമൺ ആയിട്ടുള്ള ലോജിക് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് റീഅറേഞ്ച്മെന്റ് കോഡിയാണ്, അപ്പൊ ക്വസ്റ്റ്യൻ മാത്രമേ മാറുന്നുള്ളൂ, അത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തന്നിരിക്കുന്ന വേർഡ് ഒന്ന് മാറ്റി എഴുതുവാണ്. ABELOSTU ഇതായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ആൻസർ വരിക. ഓക്കെ, അപ്പൊ റീഅറേഞ്ച്മെന്റ് കോഡിങ് വെറുതെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന രീതിയിലും വരാറുണ്ട്. ഇതുപോലത്തെ ലോജിക്കുകൾ നമുക്ക് എന്താണ് ഉപയോഗിച്ച് കാണാറുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ലെറ്റർ കോഡിങ് തന്നെയാണ് കിടക്കുന്നത്. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഓറഞ്ച് എങ്ങനെയാ കോഡ് ചെയ്യുന്നത്, PSBOHF ഇങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, ഇതൊരു റീഅറേഞ്ച്മെന്റ് കോഡിങ് അല്ല അല്ലെ. റീഅറേഞ്ച്മെന്റ് കോഡിങ് ആയിരുന്നു എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക ഇവിടെ കിടക്കുക. അപ്പൊ ഇത് ലെറ്റേഴ്സിന് ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അല്ലെ. ഇവിടെയാണ് നമുക്ക് എന്തിന്റെ ആവശ്യം വരിക, ടേബിളിന്റെ ആവശ്യം വരിക. ഇത്രയും നേരം നമുക്ക് ടേബിളിന്റെ ആവശ്യം വന്നില്ലായിരുന്നു, ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ടേബിളിന്റെ ആവശ്യം വരികയാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേർഡും കോഡും എടുത്ത് എഴുതിയിട്ട് സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് എങ്ങനെ ചേഞ്ച് വന്നു എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് എങ്ങനെയാണ് ഇവിടെ ചേഞ്ച് വന്നത്, അതായത് OP ആയത് എങ്ങനെ, RS ആയത് എങ്ങനെ, AB ആകുന്ന എങ്ങനെ, NO ആകുന്നത്, GH ആകുന്ന F, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ത് പാറ്റേണിലാണ് ഈ വേർഡ് ലെറ്റേഴ്സ് പുതിയ കോഡിലെ ലെറ്റർ ആയിട്ട് മാറിയത്, പുതിയ ലെറ്റേഴ്സ് ആയി മാറിയത്, ഈ ലോജിക് ഒന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ടേബിളിന്റെ സഹായത്തോടെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കുക, Oയും P നിങ്ങൾ നോക്കുവാണെങ്കിൽ O കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ലെറ്റർ ആണ് ആരെന്ന് പറയുന്നത്, P എന്ന് പറയുന്നത് അല്ലെ. Rഉം S നിങ്ങൾ നോക്കുക, R കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ലെറ്റർ ആണ് ആരെന്ന് പറയുന്നത്, S എന്ന് പറയുന്നത്. Aയും B നോക്കുക, A കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ലെറ്റർ ആണ് B. N Oയും N കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ ആണ് O എന്ന് പറയുന്നത്. Gയും Hഉം G കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ ആണ് H എന്ന് പറയുന്നത്. E കഴിഞ്ഞ് തൊട്ടടുത്ത ലെറ്റർ ആണ് F എന്നും പറയുന്നത്.
അപ്പൊ നിങ്ങൾ നോക്കുന്ന കാര്യം മനസ്സിലാക്കട്ടെ, നിങ്ങൾക്ക് എല്ലാ ലെറ്റേഴ്സിനും തൊട്ടടുത്ത് വരുന്ന ലെറ്ററാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, കോഡിൽ എഴുതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എല്ലാ ലെറ്റേഴ്സിനും ഒരു +1 പൊസിഷൻ മാറിയാണ് എന്ത് ചെയ്യുന്നത് അവിടെ കോഡിങ് നടന്നത്. എല്ലാ ലെറ്റേഴ്സും +1 പൊസിഷൻ മാറി വന്നിരിക്കുകയാണ്. അപ്പൊ ലോജിക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. എല്ലാ ലെറ്റേഴ്സും അതിന്റെ പാറ്റേൺ ഇതാണ്, +1 എല്ലാ ലെറ്റേഴ്സും +1 പൊസിഷൻ മാറി വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിൽവറിന് അതുപോലെ നിങ്ങൾക്ക് എന്താണ് മാറ്റി എഴുതാൻ സാധിക്കും. നമുക്ക് ഇതിൽ എല്ലാത്തിനും ലെറ്റേഴ്സ് +1 എടുത്ത് മാറ്റിയാൽ എസ് കഴിഞ്ഞിട്ട് ആരായിരിക്കും വരിക, ടി ആയിരിക്കും വരിക. ഐ കഴിഞ്ഞിട്ട് ജെ ആയിരിക്കും, എൽ കഴിഞ്ഞിട്ട് എം ആയിരിക്കും, ബി കഴിഞ്ഞിട്ട് ഡബ്ല്യു ആയിരിക്കും, ഇ കഴിഞ്ഞിട്ട് എഫ് ആയിരിക്കും, ആർ കഴിഞ്ഞിട്ട് എസ് ആയിരിക്കും. കണ്ടോ, എല്ലാം ടേബിളിൽ നിന്ന് എടുത്ത് പറക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ ലെറ്റർ മാറിയത് എന്ന പാറ്റേൺ ആണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. ആ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു ബേസ് എടുത്ത് അല്ലെങ്കിൽ ആ ഒരു ലോജിക് അപ്ലൈ നമുക്ക് എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡിനെ മാറ്റി എഴുതാൻ സാധിക്കും. ഓക്കെ, നമുക്കിതിനെ പാരലൽ കോഡിംഗ് എന്ന് വിളിക്കാം. പാരലൽ കോഡിംഗ് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനെ പാരലായിട്ട് നേരെ താഴെ തന്നെ എന്താണ് കോഡ് എഴുതിയിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാരലൽ കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് മാത്രം മാറിയപ്പോൾ നമ്മൾ പറയുന്നത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണ്. നേരെ താഴെ തന്നെ ലെറ്റേഴ്സിനെ ചേഞ്ച് ചെയ്ത് എഴുതുന്നതിന് നമ്മൾ പറയുന്നത് പാരലൽ കോഡിംഗ് എന്നാണ്. ഓക്കെ, അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കണം, കുറച്ച് ലോജിക്കൽ കണ്ടുപിടിക്കാനാണ്. ഇവിടെ നോക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യത്തില്ല, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും ഈ ക്ലാസ്. നിങ്ങൾ ഒരു പ്രാവശ്യം കാണുന്നു, എന്നിട്ട് നിങ്ങളത് ചെക്ക് ചെയ്തതിന് ശേഷം ആൻസർ നോക്കുന്ന എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് തെറ്റിപ്പോയെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ശരിയായെങ്കിലും നമുക്ക് എന്താണ് ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചെയ്ത പോലെ തന്നെയാണോ എന്നൊക്കെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കണ്ടിന്യൂ കാണുക. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് വരിക. സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടോ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓറഞ്ച് എന്നൊരു വേർഡിന് QTC PIG തന്നിരിക്കുന്നതാണ്. അപ്പൊ സിൽവറിന്റെ കോഡിനാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പാറ്റേൺ കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഓറഞ്ച് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ ഓയും ക്യൂയും. അപ്പൊ ഞാൻ ഓയും ക്യൂയും നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് കാര്യം മനസ്സിലാക്കാനും, ഓ കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞാണ് ക്യൂ വരുന്നത് അല്ലെ. അടുത്ത ആറും ടിയും, ആറ് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ 2 ലെറ്റർ കഴിഞ്ഞാണ് ടി വരുന്നത്. എയും സിയും 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ്, എന്നും പിയും 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ്, ജിയും ഐയും 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ്, ഇയും ജിയും 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ്. അപ്പൊ എല്ലാ ലെറ്റേഴ്സും +2 പൊസിഷൻ മാറുന്നു എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ എല്ലാ ലെറ്റേഴ്സും +2 പൊസിഷൻ മാറി വരുന്നതാണ് വരെ. അപ്പൊ നമ്മൾ എന്താണ് സിൽവറിലെ ലെറ്റേഴ്സിന് എല്ലാവരും +2 പൊസിഷൻ മാറ്റി കഴിഞ്ഞാൽ മതി. ഇപ്പൊ എസ് കഴിഞ്ഞ് 2 പൊസിഷൻ കഴിഞ്ഞ് വരുന്നത് യു ആണ്, ഐ കഴിഞ്ഞ് 2 പൊസിഷൻ കഴിഞ്ഞ് വരുന്നത് കെ ആണ്, എൽ കഴിഞ്ഞിട്ട് 2 പൊസിഷൻ കഴിഞ്ഞ് വരുന്നത് എൻ ആണ്, ബി കഴിഞ്ഞിട്ട് 2 പൊസിഷൻ കഴിഞ്ഞ് വരുന്നത് എക്സ് ആണ്, ഇ കഴിഞ്ഞിട്ട് 2 പൊസിഷൻ കഴിഞ്ഞ് വരുന്നത് ജി ആണ്, ആറ് കഴിഞ്ഞിട്ട് 2 പൊസിഷൻ കഴിഞ്ഞ് വരുന്നത് ടി ആണ്. ഈസിയായിട്ട് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓറഞ്ചും NQZ MFTയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ വരുന്ന സമയത്ത് ഓയും എന്നും, അപ്പോൾ ഓയും എന്നും നമ്മൾ നോക്കുന്ന സമയത്ത് ഓയ്ക്ക് തൊട്ട് മുൻ ലെറ്റർ ആണ് ആരെന്ന് പറയുന്നത്, എൻ എന്ന് പറയുന്നത് അല്ലെ. അടുത്ത ആറും ക്യൂവും, ആറും ക്യൂ നോക്കുകയാണെങ്കിൽ ആറും തൊട്ട് മുന്നുള്ളതാണ് ആരെന്ന് പറയുന്നത്, ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ AZ വരുമ്പോൾ പലരും ഡൗട്ട് വരും, ഇത് റിവേഴ്സ് ലെറ്റർ ആണോ അതോ തൊട്ട് പുറകിലുള്ള ലെറ്റർ ആണോ. ഇത് തൊട്ട് പുറകിലുള്ള ലെറ്റർ നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പൊ എക്ക് പുറകിലോട്ട് വേറെ ലെറ്റർ ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ പൊതുവേ നമ്മൾ ചെയ്യുന്നത് എക്ക് മുന്നോട്ട് എടുക്കുന്ന സമയത്ത്, പുറകിലോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് കറങ്ങി ഇങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇസഡ് എടുക്കുക ചെയ്യുന്നത്. അപ്പൊ എക്ക് തൊട്ട് മുന്നുള്ളതാണ് ആരെന്ന് പറയുന്നത് ഇസഡ് എന്ന് പറയുന്നത്. അത് എന്നിക്ക് തൊട്ട് മുന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് എം എന്ന് പറയുന്നത്. ജിക്ക് തൊട്ട് മുന്നേ ഉള്ളത് എഫ് ആണ്, ഇക്ക് തൊട്ട് മുന്നേ ഉള്ളത് ഡി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാ ലെറ്റേഴ്സിനും ഒരു പൊസിഷൻ പുറകിലോട്ടാണ് എന്ത് ചെയ്യുന്നത് മാറി വന്നിരിക്കുന്നത്. ഒരു പൊസിഷൻ പുറകിലോട്ട് എടുത്തേക്കാണ്, ഒന്ന് ജസ്റ്റ് പുറകിലോട്ട് എടുത്തേക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സിൽവറിലെ ലെറ്റേഴ്സിന് ഇതുപോലെ ഒരു പൊസിഷൻ പുറകിലോട്ട് എടുക്കുക. ഇപ്പൊ എസ് ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ആർ എടുക്കാം അല്ലെ. ഐ ആണെങ്കിലോ എച്ച് എടുക്കാം, എൽ ആണെങ്കിൽ കെ എടുക്കാം, വി ആണെങ്കിൽ വിക്ക് ഒരു പൊസിഷൻ മുന്നേ ഉള്ളതെന്ന് വെച്ചാൽ യു ആണ്, ഇക്ക് ഒരു പൊസിഷൻ പുറകിൽ എന്ന് പറയുമ്പോൾ ഡി വരും, ആർക്ക് ഒരു പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ക്യൂ വരും. ഇങ്ങനെയായിരിക്കും നമുക്ക് വരിക അല്ലെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പാറ്റേൺ മനസ്സിലാക്കി എടുക്കുക. പാറ്റേൺ മനസ്സിലാക്കിയിട്ട് അതേ പാറ്റേൺ അപ്ലൈ നമ്മൾ എന്ത് ചെയ്യുക, ആൻസറിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആദ്യത്തെ 2 ലെറ്റർ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. +1 ആണോ -1 ആണോ അതോ അങ്ങനെ വേറെ എന്തെങ്കിലും ആണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, മുഴുവനായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല നോക്കാനായിട്ട്. ഇപ്പോൾ ഓറഞ്ചിന്റെ തന്നെ 1-2 ലെറ്റർ നോക്കിയിട്ട് അത് അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് ബാക്കി നമ്മൾ നോക്കാണ്ട് ചെയ്തു പോകുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ വരാറുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഓറഞ്ച് എന്ന് പറയുന്ന വേർഡിനെ MPYPIG എന്നാണ് എടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കമ്പയർ നോക്കുകയാണെങ്കിൽ ഓയും എമ്മും കമ്പയർ ചെയ്യണമെങ്കിൽ ഒരു 2 ലെറ്റർ പുറകിലോട്ടാണ് നിൽക്കുന്നത് അല്ലെ. അതായത് ആറും ബിയും നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് 2 ലെറ്റർ പുറകിലോട്ടാണ്. എന്ന് വൈയിലേക്ക് വരുമ്പോഴും എന്താണ് 2 ലെറ്റർ പുറകിലോട്ട് തന്നെയാണ്. അടുത്ത എന്ന് പിയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 2 ലെറ്റർ പ്ലസ് ആണ്, 2 ലെറ്റർ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. ജിയും ഐയും നോക്കുകയാണെങ്കിൽ എന്തിനാണ് 2 ലെറ്റർ ഫ്രണ്ടിലോട്ടാ. ഇയും ജി നോക്കുമ്പോൾ എന്താണ് 2 ലെറ്റർ ഫ്രണ്ടിലോട്ടാണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ കാര്യം മനസ്സിലാകാനും നിങ്ങൾക്ക് പകുതി വരെ എന്താണ് -2 ആണ്.
ഓക്കെ, 2 ലെറ്റർ പുറകിൽ എടുക്കുവാണ്. പക്ഷെ പകുതിക്ക് ശേഷം അവർ എന്ത് ചെയ്യുന്നു, +2 ചെയ്യുന്നു. അപ്പൊ ഇതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി വരാറുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴും -2 ഇടുമ്പോൾ എല്ലാം -2 ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങ് ചെയ്ത് കളയരുത്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് പകുതിക്ക് വെച്ചിട്ട് നമുക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പാറ്റേൺ ചേഞ്ച് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തോണം. ചിലപ്പോൾ ഒരു പാറ്റേൺ ചേഞ്ച് ഇടയിൽ കൊണ്ടുവരാറുണ്ട്. ചിലപ്പോൾ ആദ്യത്തേനും അവസാനത്തെ 2 ലെറ്റേഴ്സിന് മാത്രമേ സെയിം ആയിട്ടുള്ള പ്രോപ്പർട്ടി കാണത്തുള്ളൂ, നടുക്കുള്ളതിനെ അവർ മാറ്റിക്കളയും. നമ്മൾ വലിയ കാര്യത്തിൽ ആദ്യത്തെ 2 ലെറ്റർ നോക്കും, ഈ കൺഫേം ചെയ്യേണ്ട അവസാന 2 ലെറ്റർ നോക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇടയിലുള്ള ലെറ്റേഴ്സ് മാത്രം എന്ത് ചെയ്യുന്നു, വേറൊരു ചേഞ്ച് വരുത്തുക ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താറുണ്ടെന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പൊ സിൽവറിന്റെ കേസ് നമ്മൾ ആദ്യത്തെ 3 ലെറ്ററിന് -2 എടുക്കണം. അപ്പൊ S ആവുന്ന സമയത്ത് -2 ആകുമ്പോൾ Q ആയിരിക്കും അല്ലെ. I ആവുന്ന സമയത്ത് -2 വരുന്ന സമയത്ത് G ആയിരിക്കും വരിക. Lന് -2 വന്നു കഴിഞ്ഞാൽ 10 ആയിരിക്കും വരിക. അതുകൊണ്ട് ബാക്കിയുള്ളത് VR-ന് +2 ആണ് എടുക്കേണ്ടത്. V കഴിഞ്ഞിട്ട് 2 പൊസിഷൻ കഴിഞ്ഞിട്ട് X വരുന്നു. E കഴിഞ്ഞിട്ട് 2 പൊസിഷൻ കഴിഞ്ഞിട്ട് G വരുന്നു. R കഴിഞ്ഞിട്ട് 2 പൊസിഷൻ കഴിഞ്ഞിട്ട് T വരുന്നു. ഇങ്ങനെയായിരിക്കും അവിടെ മാറി വരിക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, പാറ്റേൺ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. പാറ്റേൺ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതേ പാറ്റേൺ അപ്ലൈ ചെയ്ത് നിങ്ങൾ ആൻസറിലേക്ക് വരിക. ഓക്കെ.